വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്. സ്കൂൾ മേലിലോട്ട് അധികാരികൾ അനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല. ഇന്നലെ കോൾ ചെയ്തു. എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ 2-3 പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി. ഒരു റിപ്ലൈയും വന്നില്ല. ഇന്ന് രാവിലെ ഞാൻ DD ഓഫീസിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്കൂൾ മെയിലായിട്ടുണ്ട്, ഒഫീഷ്യൽ സ്കൂൾ മെയിലായിട്ടുണ്ട്, മെയിൽ വിട്ടിട്ടുണ്ട്. അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം. അപ്പം ഞാൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല. ഒരു 9:15 ആ ടൈമിലാണ് ഞങ്ങളുടെ സ്കൂൾ മെയിലിൽ ഇങ്ങനൊരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത്. അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ച പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് 11 മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്യും. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത്, EO ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിന് അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മാനേജ്മെന്റ് 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. We will follow management respecting the rules and regulations. The same institution, the St. Rita's Public School, surely we will follow that. ഹലോ സിസ്റ്റർ, ഇതിൽ പറയുന്ന കാര്യം വലിയ ഗുരുതരമായ അച്ചടക്കങ്ങളുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് വേണ്ട മൗലികാവകാശം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ സംഭവിച്ചത്? ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്ററിൽ ഷീ ഈസ് പ്രസന്റ്ലി ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എവിഡൻസോടുകൂടെ അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ മതപരമായ ഒരു അവകാശം, മൗലികമായ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തെയാണ് ലംഘിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം മൗലിക അവകാശത്തിന് അപ്പുറമായി മറ്റൊരു അവകാശമില്ല കൂടി തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യതമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കൂടുതലായിട്ടും വേറെ പറയാനുള്ളത് കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത്. നിലവില് ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ പാരന്റിനെ മീറ്റ് ചെയ്യും. DD ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. നമ്മൾ അവർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം DD ഓഫീസിൽ 11 മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട്. അദ്ദേഹം വിളിച്ച് പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ. എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റ്സ്. പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അതും കൂടെ നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്കുള്ളത്. അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് നിലവിലെ തീരുമാനം? മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ്. എല്ലാവരും ഈക്വലാണ്. ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ അത്? ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന് ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് എന്താണ് പറയാനുള്ളത്? വിദ്യാഭ്യാസം വിദ്യാഭ്യാസം